ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ടോപ്പിക്കിനെ പറ്റി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ നമുക്ക് മനുഷ്യാവകാശത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് വിശേഷിപ്പിക്കാവുന്നതാണ്. UDHR was adopted on 10th December 1948 by United Nations General Assembly. UN General Assemblyയിലെ 10 ഡിസംബർ 1948 UDHRനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 10th ഡിസംബർ 1948 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലാണ് ഈ UDHRനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും 10th ഡിസംബർ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. സോ അത് ഈ ഒരു ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഔട്ട് ഓഫ് 58 മെമ്പേഴ്സ് ഓഫ് UN, 48 മെമ്പേഴ്സ് വോട്ടഡ് ഇൻ ഫേവർ ഓഫ് UDHR. UNലെ 58 മെമ്പേഴ്സിൽ 48 മെമ്പേഴ്സാണ് UDHRന് ഫേവറായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. UDHR എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ ആണ്. UDHRലൂടെ എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ ടു ബി എൻജോയ്ഡ് ബൈ ഓൾ പീപ്പിൾ ഹൂ ആർ ദേ ഓർ വേർ ദേ ലിവ് ഡസൻറ്റ് മാറ്റർ. ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിലെ അതല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവരും ഒരേപോലെ, എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ എൻജോയ് ചെയ്യേണ്ട ഒരു റൈറ്റ് ആണ്. അവർ ആരാണ്, അതല്ലെങ്കിൽ അവർ എവിടെ ജീവിക്കുന്നു, അതൊന്നും ഇവിടെ ബാധകമല്ല. യൂണിവേഴ്സിലെ എല്ലാ ഹ്യൂമൻസും എൻജോയ് ചെയ്യേണ്ട ഒരു റൈറ്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് UDHR ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ UDHR അതല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഒരു പ്രിയാമ്പിൾ ഉണ്ട്, അതുപോലെ 30 ആർട്ടിക്കിൾസും ആണ് ഈ UDHRൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ 30 ആർട്ടിക്കിൾസ് ഡീൽ ചെയ്യുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതുപോലെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻസിനെ പറ്റിയിട്ടാണ്. ഈ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിമിനേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്, അതായത് ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി, ഇതൊക്കെയാണ് ഈ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലിന് അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീഡം, അതല്ലെങ്കിൽ പ്രിവിലേജസ്, അതല്ലെങ്കിൽ എൻടൈറ്റിൽമെന്റ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So there are 30 articles that are defined under Universal Declaration of Human Rights. Article 1 and 2 ഡീൽ ചെയ്യുന്നത് ജനറൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 3 to 21 ഡീൽ ചെയ്യുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 22 to 28 ഡീൽ ചെയ്യുന്നത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ ചിലവർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, അതായത് 30 ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ സ്ലൈഡിൽ ആകെ 28 എണ്ണത്തിനെ പറ്റിയിട്ടേ കാണാനും ഉള്ളൂ എന്നുള്ളത്. സോ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഓരോ ആർട്ടിക്കിൾസിനെയും പറ്റിയിട്ട് നോക്കാം. കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഈ ആർട്ടിക്കിൾസിനെയൊക്കെ ഞാൻ 6 പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പാർട്ട് 1ൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 1 and 2നെ പറ്റിയിട്ടാണ്. These articles reaffirm human dignity, equality and brotherhood. ഈ ആർട്ടിക്കിൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് മനുഷ്യന് ഒരു മാനുഷിക പരിഗണന കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പാർട്ട് 2ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 3 to 11നെ പറ്റിയിട്ടാണ്. These articles includes right of individuals that are right to life, outlawing slavery or torture, equality before law, the rights of fair trial, etc.
ഈ ആർട്ടിക്കിളിന്റെ അണ്ടറിലും ഇൻഡിവിജ്വൽസിന് കിട്ടാവുന്ന റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഔട്ട്ലോവിങ് സ്ലേവറി ഓർ ടോർച്ചർ, മനുഷ്യന്മാരെ അടിമകളാക്കുകയും അതുപോലെ തന്നെ ടോർച്ചർ ചെയ്യുന്നതും അതായത് ഉപദ്രവിക്കുന്നതും ഇല്ലാണ്ടാക്കുക. അതായത് ഒരു മനുഷ്യനെ സ്ലേവ് ആക്കുക, അതുപോലെ തന്നെ അവരെ ടോർച്ചർ ചെയ്യുക എന്നുള്ള നിയമം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു നിയമങ്ങളെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്, അതായത് എല്ലാവർക്കും ഒരേ നിയമമാണ്. ആൻഡ് റൈറ്റ്സ് ഓഫ് ഫെയർ ട്രയൽ, ഫെയർ ട്രയൽ എല്ലാവർക്കും ഉറപ്പാക്കുക, അതല്ലെങ്കിൽ ഫെയർ ട്രയലിന് എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള ഈ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 3 to 11 അണ്ടറിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് ആർട്ടിക്കിൾ 3 to 11 അണ്ടറിൽ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്ലേവറിനെയും ടോർച്ചറിങ്ങിനെ ലീഗലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമം ഉണ്ടെങ്കിൽ ആ ഒരു നിയമത്തിനെ കട്ട് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ലോന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഫെയർ ട്രയലിനുള്ള അവകാശമുണ്ട് എന്നുള്ള ഈ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് പാർട്ട് 3 ആണ്. പാർട്ട് 3യുടെ അണ്ടറിൽ ആർട്ടിക്കിൾ 12 to 17 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആർട്ടിക്കിളിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ സൊസൈറ്റി. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 12 to 17 വരെ ഡീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അതായത് അവർക്ക് മൂവ് ചെയ്യാനുള്ള റൈറ്റ്, അതായത് ഇപ്പോൾ അവർ ജീവിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള റൈറ്റ്, അതുപോലെ തന്നെ അവർ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് അവിടെ നിന്നുള്ള നാഷണാലിറ്റി കിട്ടാനുള്ള റൈറ്റ്, അതുപോലെ തന്നെ കല്യാണം കഴിക്കാനുള്ള റൈറ്റ്, കല്യാണം കഴിച്ചിട്ട് ഒരു ഫാമിലി ഫോം ചെയ്യാനുള്ള റൈറ്റ് എന്നുള്ള ഈ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 12 to 17 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 12 to 17 ഡീൽ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, റൈറ്റ് ടു നാഷണാലിറ്റി, റൈറ്റ് ടു മാരി ആൻഡ് ഫോം എ ഫാമിലി. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് പാർട്ട് 4 ആണ്. അതായത് ആർട്ടിക്കിൾ 18 to 21. Individual spiritual and religious rights such as freedom of thought and conscience, right to your own opinion, right to peaceful assembly, right to association, right to vote and take part in government. ഈ ആർട്ടിക്കിൾസിന്റെ അണ്ടറിലും ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ റൈറ്റ്സ് അവിടെ ഉണ്ട്? നമുക്ക് ഇഷ്ടപ്പെട്ട റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആ ഒരു റിലീജിയനെ ഒബ്സർവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ബിലീഫ് ടീച്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, വേർഷിപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആ റിലീജിയൻ ഇപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ആയിട്ടോ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ ഒറ്റയ്ക്ക് ഇരുന്നിട്ടോ അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് ടു യുവർ ഓൺ ഒപ്പീനിയൻ, നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു പീസ്ഫുൾ അസംബ്ലി, പീസ്ഫുള്ളി അസംബിൾ ചെയ്യാൻ ഒത്തുകൂടാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ വോട്ട് ചെയ്തിട്ട് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാവാനുള്ള റൈറ്റും ഉണ്ട് എന്നാണ് ആർട്ടിക്കിൾ 18 to 21 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പാർട്ട് 5 ആണ്. അതായത് ആർട്ടിക്കിൾ 22 to 27. ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽസിന്റെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു റെസ്റ്റ് ആൻഡ് ലിഷർ, ആവശ്യത്തിനുള്ള വിശ്രമം എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ വെറുതെ ഇരിക്കാനുമുള്ള, അതായത് ജോലിയിൽ നിന്ന് കുറച്ചു നേരം വിശ്രമിക്കാനും ലിഷർ ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനുള്ള റൈറ്റും ഉണ്ട്. അതായത് വലിയ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നൊന്നും പറയുന്നില്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡിനുള്ള റൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുള്ള റൈറ്റ് ഉണ്ട്. ഇൻക്ലൂഡ്സ് റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു റെസ്റ്റ് ആൻഡ് ലിഷർ,
റൈറ്റ് ടു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 22 to 27 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ആർട്ടിക്കിൾ 28 to 30 പാർട്ട് 6 അണ്ടറിലാണ് നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു റിമൈൻഡർ ആർട്ടിക്കിൾ ആണ്. അതായത് ഇത്രയും റൈറ്റ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് UDHRന്റെ അണ്ടറിൽ ഒരു ഹ്യൂമണിന് കിട്ടാവുന്ന റൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇത് പറയുന്നത്, അതായത് ആർട്ടിക്കിൾ 28 to 30 എന്ന് പറയുന്നത് ഒരു റിമൈൻഡർ ആർട്ടിക്കിൾ ആണ്. അതായത് ഒരാൾക്ക് ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ അയാളുടെ ഭാഗത്ത് നിന്നൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവും. അതായത് ഒരാൾക്ക് റൈറ്റ് മാത്രമായിട്ട് കിട്ടില്ല, റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒബ്ലിഗേഷനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ UDHRന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റും നമ്മുടെ UN-ന്റെ സ്പിരിറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരിക്കരുത് എന്നാണ് ആർട്ടിക്കിൾ 28 to 30 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 28 to 30 നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് നമുക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒബ്ലിഗേഷനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ UDHRന്റെ അണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു റൈറ്റും UN-ന്റെ സ്പിരിറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കരുത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം ഇത്രയും നേരം നമ്മൾ ഈ ഓരോ റൈറ്റ്സിനെ പറ്റിയിട്ട്, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ ചോദ്യം UDHR ലീഗലി ബൈൻഡിങ് ആണോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നോ എന്നാണ്. അതായത് UDHR എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ മാത്രമാണ്, അതല്ലാണ്ട് ഒരു ട്രീറ്റി ഒന്നുമില്ല. ട്രീറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്നൊക്കെ പറയാം. രണ്ടോ അതിൽ കൂടുതലോ പാർട്ടീസ്, അതായത് നമ്മുടെ ഇന്റർനാഷണൽ ലോന് സബ്ജക്റ്റ് ആയിട്ടുള്ള പാർട്ടീസ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റിനെയൊക്കെയാണ് നമ്മൾ ഈ ട്രീറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ UDHR ഒരു ട്രീറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ലീഗൽ ഒബ്ലിഗേഷനും അവിടെ ലൈ ചെയ്യുന്നില്ല. അതായത് ഒരു കൺട്രി UDHR ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കൊണ്ട് നിർബന്ധിച്ച് എൻഫോഴ്സ് ചെയ്യിക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ UDHRനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.